അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20 സെന്റ് സ്ഥലത്തെ ഏകദേശം 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന 2 നില ഒരു സൂപ്പർ വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ്. ഇതിൻ്റെ ഉൾക്കാഴ്ചയിലൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇതാണ് ഇതിലേക്കുള്ള വഴി. നേരെ ഫ്രണ്ടിൽ കൂടെ ഇതിലേക്കുള്ള വഴി വരുന്നുണ്ട്. അതായത് കുറച്ച് ഭാഗം മാത്രം ഇതുപോലുള്ള മണ്ണിട്ട റോഡാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. അതിലൊരു 40 മീറ്ററോളം 50 മീറ്ററോളം ഇതുപോലുള്ള മഡ് റോഡാണ്. കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിനായിട്ട് നല്ലൊരു സാധാരണ നാടൻ കിണറാണുള്ളത്. വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇപ്പോൾ വീട് കണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷന് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇതിൽ കാർ പോർച്ച് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയ പഴക്കമില്ലാത്തൊരു വീട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ വർക്കെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇനി ഒരു കോട്ടും കൂടെ ഒക്കെ നല്ല കളർഫുൾ പെയിൻറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മിറ്റം ഇൻ്റർലോക്ക് ഇടുക, അല്ലെങ്കിൽ ചിപ്സ് മെറ്റലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കാവുന്ന നല്ലൊരു വീടാണ്. ഫുള്ള് മണലിൽ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണിത്. ഇതിൻ്റെ തേപ്പ് പടവെല്ലാം ഫുള്ള് മണലിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള സിറ്റ് ഔട്ടാണ്. 2 ഭാഗം സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ട് സ്റ്റോറേജ് സ്പേസ്, നമുക്ക് ചെരുപ്പുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫില്ലറിലൊക്കെ സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മാർബിളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൽ മുകൾ ഭാഗത്ത്. അതുപോലെ തന്നെ സ്റ്റെപ്പിനൊക്കെ കൊടുത്തിട്ടുള്ളത് മാർബിൾ. അത് ചെറിയ മാർബിൾ ഷീറ്റുകളല്ല, വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിളാണ്. ഇതാണ് മെയിൻ ഡോറ് വരുന്നത്. മെയിൻ ഡോറ് നല്ല വുഡ്, ടീക്ക് വുഡിൽ വെച്ചിട്ടാണ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്ന് പോളിഷിൻ്റെ ചെറിയൊരു കുറവുണ്ട്. ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി. അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് രീതിയിലുള്ള മെയിൻ ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കയറി വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല ഉള്ളൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു വീടാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. അതുപോലെ തന്നെ ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 3x3 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്. മാർബോണൈറ്റഡ് ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. 3x3 സൈസാണ് വരുന്നത്. ഇവിടെ ചുമരിൽ നല്ല രീതിയിലുള്ള ഷോ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് വലിയൊരു ഹാള്, ഒരു ഡൈനിങ് ഹാളായിട്ടാണ്. മുകൾ ഭാഗമൊക്കെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ്, ചെറിയ റൂമുകളൊന്നുമല്ല. 2300 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. അതിൽ 3 ബെഡ്റൂമാണ്. 3 ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. കോമൺ ബാത്റൂം വേറെയുണ്ട്. ഇവിടെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്നൊരു ഏരിയ ആണിത്. ഇവിടെ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. സെറാമിക് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നടുമുറ്റം എന്നുള്ള രീതിയിൽ, ഒരു കോർട്ട്യാർഡ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിന് നേരെ ഡബിൾ ഹൈറ്റിൽ മുകൾ ഭാഗം ഇവിടെ പർഗോള ടഫൺ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് നേരെ അടിഭാഗത്തേക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് വീട്ടിലെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ അടിഭാഗത്തെ 2 ബെഡ്റൂം, മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം, അങ്ങനെ 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഈ 3 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഹാളിലെ കോർണറിൽ ഈ വിൻഡോസൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നല്ല ഡിസൈൻ വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളത്. കോർണർ ടൈപ്പ് വിൻഡോസാണ് 2 ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് ഒരു ബെഡ്റൂം. ബെഡ്റൂമുകളിലൊക്കെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുമരിൽ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്.
റൂം സൈസ് വരുന്നുണ്ട് 12-13 സൈസുകളിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. ചെറിയ റൂമിലിട്ടോ, റൂം അത്യാവശ്യം നല്ല സൈസ് തന്നെ വരുന്നുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ സാനിറ്ററി വെയർ ക്ലോസറ്റൊക്കെ വാൾ ഹാങ് ആണ്. അതായത് ഫ്ലോറായിട്ട് ടച്ച് ഇല്ലാത്ത ക്ലോസറ്റുകളാണ്, കോസ്റ്റേറ്റും ക്ലോസറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, വാട്ടർ ഹീറ്ററിൻ്റെ ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, വാൾ മിക്സർ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ ഈ ബാത്റൂമിന് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂം. ഇവിടെയും ചുമരിൽ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3x3 നല്ല ക്രീം ഷെയ്ഡിലുള്ള 3x3 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ്. സെയിം രീതിയിലുള്ള ക്ലോസറ്റ് തന്നെ, വാൾ ഹാങ് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ ഉണ്ട്, വാൾ മിക്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വാൾ മിക്സർ എന്ന് പറയുമ്പോൾ ഈ ടാപ്പിനൊക്കെ സാധാരണ ടാപ്പ് പോലെയല്ല, നല്ല കോസ്റ്റ്ലി ഐറ്റമാണ്. അതുപോലെ തന്നെ ഈ ക്ലോസറ്റും സാധാരണ ഒരു യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ 3 ഇരട്ടി വില വരുന്നുണ്ട്. നമ്മളിത് പറയാൻ കാരണം ഈ വീട്ടിൽ ഓരോ ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കച്ചവടത്തിനായിട്ട് കയറ്റിയിട്ടുള്ള വീടുകളല്ല. അതുപോലെ തന്നെ ഈ അടുക്കളയുടെ ഇത് കിച്ചണാണ്. കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിലൊക്കെ നല്ല ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൗണ്ടർ ടോപ്പ് വെച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്, സ്ലാബ് രീതിയിലുള്ള ഗ്രാനൈറ്റ് ആണ്. നല്ല സൗകര്യമുള്ള വീടാട്ടോ. തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക്, നല്ല വീട് അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. കിച്ചനോട് ചാരിയിട്ട് വർക്ക് ഏരിയ 2x2 സൈസിലുള്ള മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലോറിങ് ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും കിച്ചൺ സ്ലാബിലൊക്കെ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഇനി കിച്ചണും വർക്ക് ഏരിയയും കൂടാണ്ട് ഇവിടെ വലിയൊരു ഹാളുണ്ട്. അടുക്കള ഭാഗം അതിവിശാലമാണ്, നല്ല സൗകര്യമുണ്ട്. കിച്ചണും വർക്ക് ഏരിയയും കൂടാണ്ട് ഇവിടെ വലിയൊരു ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ട്രസ് വരുന്നത് ഷീറ്റ് വർക്ക് കേട്ടോ. കിച്ചൺ സിങ്ക് ഡബിൾ സ്പൗട്ടിലാണ് കിച്ചൺ ടാപ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. ട്രഡീഷണൽ രീതിയിലുള്ള അമ്മി. ഇവിടെയൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്, നല്ല ഏരിയ, നല്ല വിശാലതയുള്ള നല്ലൊരു ഹാള്. മുകൾ ഭാഗം ഷീറ്റ് വർക്കാണ്. വീട്ടിലെ കിണറിൻ്റെ സ്ഥാനം അടുക്കളയുടെ ഭാഗത്താണ്. ഈ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം. വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട്. വലിയ ആഴമൊന്നുമില്ല കേട്ടോ, ചെറിയ ആഴത്തിൽ നല്ലൊരു കിണറാണ്. ഇനി വീടിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കയറിയിട്ട് ലാൻഡിങ്ങിൻ്റെ അവിടെ ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല യൂസ്ഫുൾ ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഓരോ ഹാൻഡ് റെയിൽ വർക്കുകളും. മുകൾ ഭാഗത്ത് വലിയൊരു ഹാള്, ഒരു ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു ബാൽക്കണി, സിറ്റ് ഔട്ട്. ഇത്രയും ഫെസിലിറ്റിയാണ് മുകൾ ഭാഗത്തുള്ളത്. ഇത് വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ് കേട്ടോ മുകൾ ഭാഗത്ത് ഈ കയറി വരുന്നത്. സെയിം ഫ്ലോർ ടൈലാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അടിഭാഗത്ത് കൊടുത്തിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ്. 3x3 സൈസാണ്. വിൻഡോസിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ അതാ സിറ്റിംഗ് ഏരിയ. ഇനി നമുക്ക് അയൺ ചെയ്യണമെങ്കിൽ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു യൂസ്ഫുൾ ഏരിയ ആണ് അതൊക്കെ. ഇവിടെ ചെറുതായിട്ടൊരു പൂജാ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോർണറിൽ. ഹാളിൽ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ്. ഇത് റോപ്പാണ് ഇത് വരുന്നത്. ഒരു ഇരുമ്പിൻ്റെ റോപ്പാണ് ഇപ്പോൾ ഒരു ഹാൻഡ് റെയിലായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ അതാ ബാൽക്കണി സിറ്റ് ഔട്ട്. ഇരുമ്പിൻ്റെ റോപ്പാണിത്. നമ്മൾ തൂക്കുപാലങ്ങളൊക്കെ ചെയ്യുന്ന അതേ രീതിയിലാണ്, അതിൻ്റെ അതേ മോഡലായിട്ടാണ് ചെയ്തിട്ടുള്ളത്.
സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ്, നല്ല ഏകാന്തമായിട്ടുള്ള നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ മുകളിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇനി ഇതാണ് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. റൂമുകളൊക്കെ നല്ല സൈസ് ഉണ്ട്, വലിയ രീതിയിലുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ചുമരിൽ അലമാര വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സെയിം വാൾ ഹാങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ബാത്റൂമിലും. അതുപോലെ തന്നെ വാഷ് ബേസിൻ ഉണ്ട്, വാട്ടർ ഹീറ്ററിനൊക്കെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ. അതായത് ഇത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ചുമര് മുകളിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾക്കൊരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. മുകൾ ഭാഗം നിലവിൽ ഇത് ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ്. ഇവിടെയൊക്കെ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട്, ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്, വലിയ രീതിയിലുള്ള ബാത്റൂമാണ്. ഇന്ത്യൻ സ്റ്റൈലിലുള്ള സാധാരണ ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റുഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ചെടികളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് നായക്കൂട്. നിലവിൽ ഇവരിപ്പോൾ ഇതിൽ തേങ്ങ സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അലക്കാവുന്നൊരു കല്ലുണ്ട്. തെങ്ങ്, പ്ലാവ്, മാവ്, നിരവധി ഫലവൃക്ഷ തൈകളൊക്കെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നുണ്ട്. വാഴ. അപ്പോൾ 20 സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും ടോട്ടലി 45 സെൻറ്റാണുള്ളത്. അതായത് ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ചും കൂടെ സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ ഈ വിൽപ്പന ഇത് ഉദ്ദേശിക്കുന്നത് 20 സെൻറ്റ് സ്ഥലവും ഈ വീടാണ്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല പുളി, നല്ല ബോൺസായി ലുക്കിലുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു മരമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി ഇങ്ങനെ ഇതിന് തൊട്ട് ചാരിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. അതായത് ടോട്ടലി 45 സെൻറ്റ് സ്ഥലം. ഇതിലാണെങ്കിൽ ഒരുപാട് തെങ്ങുകൾ വെച്ച് ഒളിപ്പിച്ചിട്ടുണ്ട്. തെങ്ങുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, അതുപോലെ തന്നെ മാന്തോളി, നാരങ്ങ. അതുണ്ടോ, ഇവിടെ സ്പ്രിംഗ്ലർ വെള്ളം നനക്കാനുള്ള പൈപ്പ് ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്താ നമ്മളെ ഇവിടെ മാന്തോളി, നാരങ്ങ എന്നൊക്കെ പറയും. അതായത് നല്ലൊരു തോട്ടം പോലെയുള്ള ഒരു 25 സെൻറ്റ് സ്ഥലം തൊട്ട് ചാരിയിട്ട് വരുന്നുണ്ട്. ടോട്ടലി 45 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വിൽപ്പന പറയുന്നത് 20 സെൻറ്റ് സ്ഥലം ആ വീടാണ്. ഇനി അതല്ല മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ തരും. ഇനി അതല്ല ഈ 25 സെൻറ്റ് സ്ഥലം കാലി സ്ഥലം വേണം മാത്രം മതിയെങ്കിൽ അതും നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് തെങ്ങുകളുണ്ട്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ നിരവധി മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വഴി സൗകര്യമുണ്ട്. മുകൾ ഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വീടുണ്ട്. കടുത്ത വേനലിലും വറ്റാത്ത കിണർ, അതൊക്കെ തന്നെയാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ നല്ല പ്ലസ് പോയിന്റ്. 20 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട 2 നില 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട്. പടവും തേപ്പൊക്കെ ഫുള്ളും മണലിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകളായിക്കോട്ടെ, വയറിങ്ങിൻ്റെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാം ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയ സ്ലാബ് രീതിയിൽ ഗ്രാനൈറ്റൊക്കെയാണ് സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത്. മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ ഫുള്ള് പക്കയാണ്. എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വെള്ളം വറ്റാത്ത നല്ല കിണറുണ്ട്, വഴി സൗകര്യമുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. വഴിയുണ്ട്. കുറച്ച് ഭാഗം മഡ് റോഡാണ്, മണ്ണിട്ട റോഡാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ടാറിട്ട് റോഡുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ടൊരു മിൽമ പാൽ സൊസൈറ്റി ഉണ്ട്, അതാണ് ലാൻഡ്മാർക്ക്. മിൽമേൻ്റെ സൊസൈറ്റി ഉണ്ട്. അതുപോലെ തൊട്ടപ്പുറത്തായിട്ട് ഓഡിറ്റോറിയം, അതുപോലെ തന്നെ പെട്രോൾ പമ്പ്, ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു 400 മീറ്റർ അപ്പുറത്തായിട്ട് 3 മുസ്ലിം പള്ളിയുണ്ട്, അമ്പലമുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ഒരു വീട്. മലപ്പുറം ജില്ലയിൽ കാരക്കുന്ന് ആമിയ റോട്ടിൽ, ഏകദേശം കാരക്കുന്നിൽ നിന്ന് ആമിയ റോട്ടിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിലെ ദൂരപരിധി. ഉദ്ദേശിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. ഇപ്പം നമ്മൾ കച്ചവടം പറയുന്നത്
ഇത് ടോട്ടലി 45 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഈ വീട് നിൽക്കുന്നതും അതിനോട് ചേർന്നിട്ടുള്ള 20 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കച്ചവടം പറയുന്നത്. ഇതിന് തൊട്ട് ചാരി ഒരു 25 സെൻറ്റ് സ്ഥലം അതങ്ങനെ വേറൊരു പാർട്ടായിട്ട് മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി അതല്ല ഒന്നിച്ച് 45 സെൻറ്റ് സ്ഥലവും ഈ വീടും ആണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ അങ്ങനെയും തരാം. ഞാനിപ്പോൾ വില പറഞ്ഞത് 70 ലക്ഷം എന്ന് പറയുന്നത് 20 സെൻറ്റ് സ്ഥലവും അതിൽ കണ്ട ഈ 2 നില വീടിനാണ് ഇപ്പോൾ നമ്മൾ കച്ചവടം പറഞ്ഞിട്ടുള്ളത്. 70 ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിളാണ്. സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. എല്ലാ സൗകര്യമുണ്ട്. നല്ല നിരപ്പായിട്ടുള്ള വെള്ളം പറ്റാത്ത കിണറൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ളൊരു വീടാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ ഒക്കെ കടന്നു പോകുന്നത്. അപ്പോൾ സ്ഥലത്തിനൊക്കെ മാർക്കറ്റുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ്. 70 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.